ട്രാവലേഴ്സ് കിച്ചണിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയി പിസയോ ബർഗറോ എന്ത് കഴിച്ചാലും സ്വന്തം വീട്ടിൽ വന്ന് സ്വന്തം അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമുണ്ടല്ലോ. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ നോക്കുന്നത് വറുത്തരച്ച മുട്ടക്കറിയാണ്. അതും അമ്മയുടെ സ്പെഷ്യൽ. നമ്മൾ ഈ കൊറോണ കാലത്ത് നമുക്ക് എല്ലാവർക്കും മീനും ഇറച്ചിയൊക്കെ കഴിക്കാൻ ഒരുപാട് ആഗ്രഹങ്ങളുള്ളവർ ഒരുപാട് പേരുണ്ടാകും. അത് കണക്കിലെടുത്തുകൊണ്ട് നമുക്ക് വളരെയേറെ സ്വാദുള്ള ഇറച്ചിക്കറിയുടെ സ്വാദുള്ള ഒരു മുട്ടക്കറി നമുക്ക് തയ്യാറാക്കാം. നമുക്കപ്പം ഇത് പാകം ചെയ്യാനുള്ളതെല്ലാം റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യമേ ഒരു മുറി തേങ്ങ, പുഴുങ്ങിയ ഒരു ഉരുളക്കിഴങ്ങ്, 3 മുട്ട ചെറുതായി കഷ്ണിച്ചത്, ഒരു തക്കാളിക്ക് അരിഞ്ഞ്, വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത്, 3 പച്ചമുളക്, ചെറു ഉള്ളി ചെറുതായി അരിഞ്ഞ്, ഇത് വേപ്പില, ഇത് മസാലപ്പൊടി, മഞ്ഞപ്പൊടി, മുളക് പൊടി, കുരുമുളക്, പെരിഞ്ചീരകം, അതോടുകൂടി തന്നെ ഗ്രാമ്പൂവും അതൊക്കെ 2-3 എണ്ണം മതി. അതും മല്ലിപ്പൊടി, ഉപ്പ്, ഇത്രയും സാധനം, വെള്ളം, മിന്നാഗിരി, കുറച്ച് 1 കപ്പ് മിന്നാഗിരി വേണം, മിന്നാഗിരിയും എണ്ണയും. ഇനി നമുക്കിത് പാകം ചെയ്യുന്നതിന് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതായത് ആദ്യമേ നമ്മളൊരു പാത്രം എടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് കുറച്ച് മസാലപ്പൊടി ഇടുക. അതിനുശേഷം ഇച്ചിരി മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഒരു നുള്ളുപ്പ്, ഒരിത്തിരി മല്ലിപ്പൊടി, ഇതെടുത്തതിന് ശേഷം ഇതൊന്ന് കുഴയ്ക്കുക. അതിനുശേഷം ഈ മസാലയുടെ ഉള്ളിലേക്ക് ഈ മുട്ട ഒന്ന് യോജിപ്പിക്കുക. പൊടിഞ്ഞു പോകാതെ യോജിപ്പിച്ച് വെക്കുക. നമ്മളിത് റെഡിയാക്കി കുറച്ച് നേരം നമ്മളിത് വെക്കണം. ആദ്യമേ ഈ ചീനിച്ചട്ടി വെച്ച് ഓണാക്കി നമ്മൾ ഈ തേങ്ങ വറുക്കാനായിട്ട് പോവുകയാണ്. ഒന്ന് പതുക്കെ ചൂടാവട്ടെ, ചീനിച്ചട്ടി ഒന്ന് ചൂടാവണം. തേങ്ങയുടെ കൂട്ടത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. 1 തണ്ട് വേപ്പില ഇട്ട് കൊടുക്കണം. ഇതൊന്ന് മൂത്ത് വരാൻ ഇത്തിരി സമയമെടുക്കും. ഇതിങ്ങനെ ഇളക്കി ഒരു ചുമപ്പ് കളറാകുമ്പോഴത്തേനും നമുക്ക് ഇവിടെ വെച്ചിരിക്കുന്ന ഈ പെരിഞ്ചീരകം ഇതിലേക്ക് ആഡ് ചെയ്യും. ഇത് അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് എണ്ണ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കും. ചെറിയ തീയിൽ വേണം ഇതെപ്പോഴും മൂപ്പിക്കാം, അല്ലെങ്കിൽ
പെട്ടെന്ന് ഇത് മൂക്കാതെ കൊണ്ട് തന്നെ കരിഞ്ഞു പോകും. ഇപ്പം നമ്മുടെ പെരിഞ്ചീരകം ഇടാറായിട്ടുണ്ട്. അതിനുശേഷം നമ്മളിപ്പോൾ ഇതിനകത്തേക്ക് പെരിഞ്ചീരകം ചെറിയൊരു കളറ് ഇതായി തുടങ്ങി, ചുവപ്പായി തുടങ്ങി. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് പെരിഞ്ചീരകം ആഡ് ചെയ്യും. ഇപ്പം നമ്മുടെ പൊടികളെല്ലാം ആഡ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഇത് നന്നായി ഇതിൻ്റെ കളറൊക്കെ മാറി ഇത് പാകത്തിനായി അത് പാകത്തിന് മൂത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് മുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ശേഷമാണ് ഒരു സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ മുളക് പൊടി ചേർക്കാം. അപ്പം ഒരുവിധ എരിവൊക്കെ നമുക്ക് ഇതുകൊണ്ട് കിട്ടും. മല്ലിപ്പൊടി, ഒരു 1.25 സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നമ്മുടെ ഈ തേങ്ങ വറുത്തത് പാകത്തിനായി. അതിനുശേഷം ഞാനിത് പാകമായതുകൊണ്ട് മിക്സിയിൽ ഒന്ന് മയ ആറിയ ശേഷം ഇതൊന്ന് അരച്ചെടുക്കണം നന്നായിട്ട്. അടുത്തതിന് ഒരു പാത്രം വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം. നമ്മൾ അടുത്തത് വറ റെഡിയാക്കാൻ പോവുകയാണ്. ഈ വെളുത്തുള്ളി ആദ്യം ഇടുക. വെളുത്തുള്ളിയും ഇഞ്ചിയും ആദ്യം ഇടുക. ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി ഇടുക. നമ്മൾ ഈ പച്ചമുളക് നെടുക പൊളന്നിടുക. എരിവ് ഇറങ്ങും. ഈ ഗ്രാമ്പൂവും ഏലക്കയും കൂടെ എടുത്ത് വെച്ച് അത് ഇതിനകത്തേക്ക് ഇടുക. ഈ തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്യുക. ഉരുളക്കിഴങ്ങ് കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം. കുറച്ച് ഉപ്പ്, അതിൻ്റെ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് നമ്മൾ ഇതിനകത്തേക്ക് ഇടുക. ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കുരുമുളക് പൊടി, നമ്മൾ ഈ അരപ്പ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ്. ഇതിനകത്തേക്ക് അരപ്പിടുക. നമുക്കിതിനകത്തേക്ക് ആവശ്യമുള്ള വെള്ളം ആഡ് ചെയ്യാം. കുറച്ച് മസാലപ്പൊടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചേർത്തിട്ടുണ്ട്, എന്നാലും ഒരു ടേസ്റ്റിന് വേണ്ടി ചേർക്കാം. കുറുകി നിൽക്കരുത്. കുറുകി നിന്ന് കഴിയുമ്പോൾ ഇത് തിളച്ച് ഈ കഷ്ണത്തിലൊക്കെ ഈ അരപ്പ് പിടിച്ച് വരുമ്പോൾ അത് നന്നായി കുറുകിപ്പോകും. അതുകൊണ്ടൊരു ഇത്തിരി നീട്ടി വേണം ആദ്യമേ ഇത് തിളക്കണം. ആ തിളക്കുന്ന സമയം വരെ ഇത് കുറുകാതെ കണ്ടിരിക്കാൻ ഇത്തിരി നീട്ടി വേണം ഈ വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ. ഇതിൽ നമ്മളിപ്പോൾ മുട്ട ഇട്ടിട്ടില്ല. മുട്ട ഇടും. ഇതൊന്ന് തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മുട്ട ഇടുകയുള്ളൂ. വരട്ടെ.
ഇനി നമ്മളിതിലേക്ക് നമ്മുടെ മുട്ട റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇതിലേക്ക് നമ്മൾ ഇത് തിളച്ചൊരു നല്ല രീതിയിലായിട്ടുണ്ട്. അപ്പോൾ ആ കഷ്ണത്തിനൊക്കെ ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ച് റെഡിയായിട്ടുണ്ട്. നമ്മൾ ഈ മസാല പുരട്ടി വെച്ചിരിക്കുന്ന മുട്ട വേവിച്ച് റെഡിയായി വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ആഡ് ചെയ്യണം. അതിനുശേഷം ഒരു 2 അടപ്പ് വിനാഗിരി ഇതിലേക്ക് ഒഴിക്കുക. പുളി വേണ്ടവർക്ക് അത്യാവശ്യം ഇനി നമുക്കതൊന്ന് ശരിക്കും അതിൻ്റെ ഒരു എണ്ണ തെളിയാനുള്ള സമയം കൊടുക്കാം. ഇപ്പം നമ്മുടെ കറി ഏതാണ്ട് റെഡിയായി. നമുക്ക് നോക്കാം റെഡിയായോ എന്ന്. റെഡിയായി, നമ്മുടെ മുട്ടക്കറി റെഡിയായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വീട്ടിലിത് പാചകം ചെയ്ത് നോക്കണം. നല്ല എളുപ്പത്തിൽ വയ്ക്കാൻ പറ്റിയ നല്ല കറിയാണ്. ഇനി അടുത്ത ഒരു നല്ല വിഭവമായിട്ട് നമുക്കുടനെ കാണാം.